ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ അതേ ഞാൻ ഇപ്പോൾ പറയാൻ വന്ന വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കണ്ടിരിക്കും നമ്മുടെ ജാസി ഇത്ത. കാരണം ഇനിയിപ്പോൾ പുള്ളിക്കാരിനെ ഞാൻ അങ്ങനെ സംബോധന ചെയ്യാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ഇത്ത എന്ന് തന്നെ വിളിക്കാം. ജാസി ഇത്ത വന്നിട്ട് നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ ഇല്ലെങ്കിൽ വന്നൊരു ക്ഷമാർപ്പണമൊക്കെ നടത്തിയിരിക്കും. നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. പുള്ളിക്കാരിയുടെ വേഷമൊക്കെ ഒരു പർദ്ദയൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടാണ് ഇത്ത പറഞ്ഞേക്കുന്നത്. എന്നോട് ക്ഷമിക്കണം, ഞാൻ ആ ഒരു വേർഡ് പറഞ്ഞതിന് സോറി. പിന്നെ വീണ്ടും ആ ഒരു വേർഡ് എടുത്ത് തന്നെയാണ് പുള്ളിക്കാരി അതിന് സോറി പറയുന്നത്. കാരണം ഇല്ലെങ്കിൽ പറയാമായിരുന്നു എനിക്ക് തെറ്റ് പറ്റിയ ഒരു വേർഡ് യൂസ് ചെയ്തതിന്. അതിന് എല്ലാവരോടും ക്ഷമാർപ്പണം ചോദിക്കുന്നു എന്ന് പറയാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. വീണ്ടും അതേ വേർഡ് തന്നെ എടുത്ത് പറഞ്ഞിട്ടാണ് ക്ഷമാർപ്പണം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്ന ഈ ഒരു ക്ഷമാർപ്പണം ശരിക്കും ഒരു പ്രദർശനമാണെന്ന് തന്നെ പറയാം. അത് കാരണം അവരുടെ ഫ്രണ്ട്സ് സർക്കിൾ ആരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരൊക്കെ വിളിച്ച് ഇവരോട് ഒത്തിരി വഴക്ക് പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്കിത് തെറ്റ് തിരുത്തണം തോന്നിയതൊക്കെയാണ് പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നത്. ഇനിവേ ഞാൻ ഇത്താടോട് ചോദിക്കുകയാണ്, ഈ സിനിമ എന്ന് പറയുന്ന ഒരു ലോകം, വലിയ ലോകമാണ്. ഇത്ത കണ്ടതിന് അപ്പുറത്തൊരു വലിയ ലോകമാണ്. അവിടെ ഒരു കുഞ്ഞു റോള് ചെയ്യുന്ന വ്യക്തികൾ പോലും ആ സിനിമയുടെ പാർട്ടാണ്. അതിൽ ഇന്ന തരംതിരിപ്പോ പിന്നെ നമ്മൾ എപ്പോഴും പറയാം, ആ ഒരു സിനിമ പൂർണ്ണമാണെങ്കിൽ അതിലുള്ള എല്ലാ ആർട്ടിസ്റ്റും നല്ല രീതിയിൽ അഭിനയിച്ചാൽ മാത്രമേ ഒരു സിനിമയായിട്ട് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് തെറ്റായിട്ട് അഭിനയിച്ചാൽ ഒരിക്കലും നമുക്ക് ആ സിനിമയിൽ പാഴ്ച തന്നെയെന്ന് പറയും. ഉറപ്പായിട്ട് നമ്മളെല്ലാവരും പറയും. അന്നേരം ഇത്ത ആ ഒരു എന്താ പറയുക, ആ ഒരു പ്ലാറ്റ്ഫോമിനെ അതേ ലെവലും മെത്തേഡിലും കാണാതെ ഇത്തായ്ക്ക് വായി തോന്നിയ കാര്യങ്ങൾ ഇത്ത വിളിച്ച് പറഞ്ഞിട്ട് ഇപ്പം വന്ന് ഈ ക്ഷമാർപ്പണം പറയുന്നത് ഭയങ്കര മോശപ്പെട്ട രീതിയിൽ. ഇത്താക്കന്നറ ഇത്തയുടെ കമ്മ്യൂണിറ്റിയിലുള്ള മിക്ക സ്ത്രീകളും ഇന്ന് സിനിമയിലായാലും സീരിയൽ രംഗത്ത് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നേരം ഞാൻ ചോദിക്കട്ടെ, അന്നേരം ഈ ലോകത്തുള്ള സ്ത്രീകളെല്ലാം ആ ഒരു ലെവലുള്ളത് മാത്രമാണോ അവർ ചെന്ന് അഭിനയിക്കുന്നത്? ഇത്ത വിചാരിച്ചത് അടുത്ത മോഹൻലാലിൻ്റെ നായികയായിട്ട് തന്നെ വിളിക്കുമെന്നോ? അതാണോ ഇത്ത വിചാരിച്ചത്? ഇത്ത ഒരു കാര്യം ആലോചിക്കാം. നമ്മൾക്കെല്ലാവർക്കും, മനുഷ്യർക്ക് എല്ലാവർക്കും ഓരോ മെത്തേഡ്, ഓരോ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ അനുസരിച്ചാണ് നമ്മളെല്ലാവരും ജീവിക്കണം. അതിന് വേറുള്ള വ്യക്തികൾ അത് ചെയ്തത് കൊണ്ട് അവരെ മൂന്നാം കിട ആൾക്കാരാണെന്ന് പറഞ്ഞതിന് ഇപ്പം വന്ന് ഈ വീഡിയോയുടെ മുമ്പിൽ ഇരുന്ന് എന്തും ഈ ഉരുളക്കിഴങ്ങ് വിഴുകുന്നമാതിരി സംസാരിച്ചിട്ട് ഇപ്പം വന്ന് ക്ഷമാർപ്പണം നടത്തിയിട്ട് അതിൽ യാതൊരു അർത്ഥവും ഇല്ല. ഇത്ത എന്ന് തന്നെ പറയണം. അപ്പോൾ ഇത്തായ ഞങ്ങളെല്ലാവരും ഇത്താടെ രീതിയിൽ തന്നെ ഇനി സ്വീകരിക്കും. അതിലൊരു വ്യത്യാസവും ഇല്ല. പക്ഷെ ഇത്ത സംസാരിക്കുമ്പം രേണുസുധീനെ പോലെ സംസാരിക്കാതിരിക്കുക. കാരണം അതുപോലെ സംസാരിച്ച ഇത്തക്ക് ഹേറ്റേഴ്സ് കൂടുതലുണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ ഇത്താക്ക് കേരളത്തിൽ മൊത്തത്തിൽ ഹേറ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇത്ത വീണ്ടും ഈ രേണുസുധീനെ പോലെ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഇത്താക്ക് ഹേറ്റേഴ്സിനെ കൂട്ടി മേടിക്കാവുന്നതേ ഉള്ളൂ. കാരണം രേണുസുധി എന്ന് പറയുന്ന സ്ത്രീ അവരെന്തൊക്കെ രീതിയിൽ സംസാരിക്കുന്നത് ഇത്താക്ക് തന്നെ അറിയാം. അതുപോലെ ഇത്തയും ആ ലെവലിൽ സംസാരിക്കാതിരിക്കുക. മനുഷ്യനെ കാണേണ്ടടുത്ത് കാണുക, ബഹുമാനിക്കേണ്ട രീതിയിൽ ബഹുമാനിക്കുക. സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മൾ ബഹുമാനിക്കേണ്ട രീതിയിൽ ബഹുമാനിക്കുക തന്നെ വേണം. അത് അവരെന്ത് തൊഴിൽ ചെയ്താലും, നമ്മുടെ ഈ ലോകത്ത് സ്ത്രീകൾ എന്തൊക്കെ ജോലികൾ ചെയ്താണ് അവരവരെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കണം, ഇങ്ങനെ ഈ സിനിമയിലും സീരിയലും ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റാണ് പോകുന്നവർ ഒത്തിരി കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഉള്ള സത്യം പറയാം, ഒത്തിരി കഷ്ടപ്പെട്ട് തന്നെയാണ്. കാരണം അതെനിക്ക് ഞാൻ കണ്ടത് കൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയാലും അവരവിടെ പോയിരുന്ന് അത്രയും സമയത്ത് ചൂടായാലും മഴയായാലും വെയിലും കൊണ്ട് അവർ ആ രീതിയിൽ പോയി അഭിനയിക്കുന്നത്. എല്ലാവർക്കും ഒരു സ്വപ്നമാണ് സിനിമയെന്ന് പറയുന്നത്. അതെന്ത് റോളൊന്നുമില്ല. അവരുടെ ഫേസ് ഒന്ന് ബിഗ് സ്ക്രീനിൽ വരാൻ വേണ്ടിയിട്ട് അവരെന്ത് ത്യാഗം അനുഭവിച്ച് അവരവിടെ നിന്നത് അഭിനയിക്കും. കാരണം അതങ്ങനെയാണ്. അത് കലയോട് സ്നേഹമുള്ള വ്യക്തികൾ അങ്ങനെ തന്നെ ചെയ്യും. അത് പൗരുഷമായി വന്നിരുന്ന് അവരെ കുറ്റം പറയത്തില്ല ഒരിക്കലും. ഇപ്പം നിങ്ങൾക്കൊരു സിനിമാ നടി ആകണമെങ്കിലോ അല്ലെങ്കിൽ ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ആകണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ആകാം. അതിനുള്ള എല്ലാം നിങ്ങളിലുണ്ട്. അതൊന്നും ആരും തെറ്റ് പറയുന്നില്ല. പക്ഷേ ആ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളെ ഒന്നടക്കം നിങ്ങൾ ആക്ഷേപിച്ചത്, അതും വേണ്ടാത്തൊരു പേര് പറഞ്ഞ് ആക്ഷേപിച്ചത്, അത് മോശം രീതിയാണ്. ഇപ്പം നിങ്ങൾ ക്ഷമ ചോദിക്കുമെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു വേർഡ് എടുത്ത് സംസാരിച്ചിട്ടാണ് നിങ്ങൾ ക്ഷമ ചോദിച്ചിരിക്കുന്നത്. അതാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. കാരണം നിങ്ങൾക്ക് പറയാമായിരുന്നു, ഞാൻ എൻ്റെ വായിൽ നിന്ന് വീണ ഒരു അനാവശ്യ വാക്കുകളാണ് എനിക്കിപ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടായിരിക്കുന്നത്, അത് ഞാൻ ഇനി ആവർത്തിച്ച് പറയുന്നില്ല, അതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും. പക്ഷേ നിങ്ങൾ അത് പറയാതെ നിങ്ങൾ വന്ന് വീണ്ടും ഡ്രാമ കാണിച്ചത് ശരിയായില്ല ഇത്താന്ന് തന്നെ പറയണം. അപ്പോൾ ഇത്തരത്തൊരു വേറൊരു കാര്യം പറയാം, ഇത്തൊക്കെ എന്ത് വേണമെങ്കിലും വേഷം കേട്ടോ, അതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളെ അപമാനിച്ച രീതിയിലാവരുത്. അത് മോശം തന്നെയാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാരണം ഇത്താക്ക് ഷോപ്പുണ്ട്. ഇത്താക്ക് ഇങ്ങനെ പിന്നെ പരസ്യമായിട്ട് ഇറങ്ങി നടന്ന് മേക്കപ്പും ചെയ്ത് നടന്നാൽ ഇത്താക്ക് ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ പല സ്ത്രീകളും
ഇന്ന് ജീവിക്കുന്നത് ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും പല ഇതിലും പോയിട്ട് പല ജോലികളും ചെയ്താണ് നിങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ വഴി ഇത് ജീവിക്കുന്നത്. പിന്നെ ഇപ്പോൾ ആ ഒരു സീനിൽ ഒരു സ്ത്രീ അങ്ങനെ അഭിനയിച്ചെന്ന് പോലും ഒരിക്കലും അവരങ്ങനെ അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. സിനിമയായിട്ട് തന്നെ കാണുക. അത് അഭിനയമാണ്. അതിനെ ചിലപ്പം അങ്ങനെ അഭിനയിക്കുന്ന സ്ത്രീകൾ വരെ ഇന്ന് വലിയ ലെവലെത്തിയിട്ടുണ്ട്. അവരുടെ ഒരു ആക്ടിങ് കരിയർ ആ ഒരു നിമിഷം അവരങ്ങനെ അഭിനയിക്കുന്നുണ്ട് പോലെ അവരിന്ന് വലിയ വലിയ ലെവലിലെത്തിയിരിക്കുന്ന മിക്ക നടിമാരും ഉണ്ട്. അതും കൂടെ നിങ്ങൾ ചിന്തിക്കുക. കാരണം ഒരു സിനിമയിലോ അല്ലെങ്കിൽ ഒരു സീരിയലോ ഒരു സ്ത്രീ അങ്ങനെ അഭിനയിച്ചെന്നും പറഞ്ഞുകൊണ്ട് അവരൊരിക്കലും അവരെ കരിയർ അവിടെ വെച്ച് നിന്ന് പോകുകയാട്ടെ ഒന്നും ആവില്ല. അവർക്ക് എത്രത്തോളം എഫർട്ട് എടുത്ത് അവർ ആ ഒരു സീൻ അഭിനയിക്കുന്നോ അത്രത്തോളം അവർക്ക് പ്രേക്ഷകർ കൂടും, അവരെ ഇഷ്ടപ്പെടും. അങ്ങനെ ചെയ്യുന്ന ലോകമാണ് ഇന്ന് നമ്മുടെ കൊച്ചു കേരളം. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക. സീരിയലായാലും സിനിമ ആയാലും എല്ലാവരും തുറന്ന കണ്ണുകളോട് കാണുന്ന കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളത് ചിന്തിക്കാതെയാണ് നിങ്ങൾ ഈ വന്നിരുന്ന് പ്രസംഗം നടത്തിയത്. അപ്പോൾ നിങ്ങൾ പ്രസംഗിച്ചതൊക്കെ ഓക്കെ, നിങ്ങളുടെ മേക്കപ്പും സ്റ്റൈലും എല്ലാം നിങ്ങൾക്ക് പറയാൻ 30,000 രൂപയായിരുന്നു ആ മേക്കപ്പിനൊക്കെ നിങ്ങൾ പറഞ്ഞു. എന്നിട്ടും പറഞ്ഞത് കൊളാബാണെന്ന് പറഞ്ഞ് എന്നിട്ട് നിങ്ങളത് പറഞ്ഞു വിടുന്നതാണ്. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ സ്ത്രീ എന്ന് പറയുന്നവരെയും അങ്ങനെ എന്ത് ജോലി എടുത്ത് കഷ്ടപ്പെടുന്ന സ്ത്രീകളെയും ബഹുമാനിക്കുക, അത് ചെയ്യുക. അല്ലാതെ ഇങ്ങനെ വാ തുറന്ന് ഉരുളക്കിഴങ്ങ് കിട്ടാൻ മാതിരി സംസാരിക്കാതിരിക്കുക. കപട നാട്യങ്ങൾ നിർത്തുക. നിങ്ങൾ റിയലായിട്ട് ഞങ്ങളെ സ്നേഹിക്കൽ സ്ത്രീകളാവണമെന്നുള്ള രീതി നിങ്ങൾ ആ രീതി മാറും. അല്ലാതെ ആരും ഈ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും പലതും പറഞ്ഞു തരും. അതൊന്നും കേട്ടിരിക്കാതെ നിങ്ങളുടെ ജനറൽപ്പെട്ട എത്ര വ്യക്തികളെന്ന് വലിയ ഫേമസ് ആയിട്ട് നിൽക്കുന്നത്. എനിക്കറിയാം, ഒരു പെൺകുട്ടി ഞാൻ കണ്ടതാണ്, ഒരു 5-6 മാസം ഒരു അഡ്വക്കേറ്റ്. എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നി. സീരിയസ്ലി പറയാം, ആ പെൺകുട്ടിയോട് എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നി. കാരണം അവൾ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്. എൻ്റെ അമ്മയും അച്ഛപ്പനെയും നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ച് ഒരു അഡ്വക്കേറ്റ് ആയത്. എനിക്ക് അഡ്വക്കേറ്റ് ആയെന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ബഹുമാനമാണ് ആ കുട്ടിയോട് തോന്നിയത്. കാരണം അവൾ ആ ഒരു ജോലി ചെയ്യുന്നത് എൻ്റെ പറഞ്ഞു, ഞാൻ ആ ഒരു ജോലി എൻ്റെ അഡ്വക്കേറ്റ് എന്ന് പറയുന്നൊരു ജോലി ഞാൻ ചെയ്യുന്നത് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. അത് അത്രയും പഠിച്ച് അത്രയും വലിയ പൊസിഷനിൽ ചെന്ന് നിൽക്കുന്നുണ്ട് ആ പുള്ളിക്കാരി. എന്നിട്ട് എനിക്ക് ആ കുട്ടിയെ ഭയങ്കരമായിട്ട് ബഹുമാനം. അതിനൊക്കെ നമ്മൾ എത്ര പേരെ കണ്ടിട്ടുണ്ട്, എത്ര ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, എടുത്തു പറയാൻ എത്ര ആൾക്കാരുണ്ട്. അന്നേരം നിങ്ങളും ആ രീതിയിൽ മാറുക. കാരണം അല്ലാതെ നിങ്ങളിങ്ങനെ ചുമ്മാതെ വായി തോന്നിയ മാതിരി ഇങ്ങനെ സംസാരിക്കാതിരിക്കുക. നിങ്ങളോടെല്ലാം വേറെ ഒന്നും എനിക്ക് പറയാനില്ല. നിങ്ങളെ ബഹുമാനിക്കാൻ തോന്നിക്കാതെ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ ബഹുമാനിക്കും. പക്ഷേ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾക്ക് നിൽക്കാതിരിക്കുക. ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ സീമ വിനീത്. ആ സ്ത്രീ ഇപ്പോൾ ഒരു മാരേജ് ചെയ്തു, സുഖമായി ഇപ്പം ജീവിക്കാൻ പോകുന്നു. ഒന്നും വരാതിരിക്കട്ടെ, സുഖമായിട്ട് ജീവിക്കുന്നു. എല്ലാം സത്യം തന്നെയാണ്. കണ്ണ് വെക്കാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞേട്ടോ, വേറെ ഒന്നും അല്ല പറഞ്ഞു. അതിന് തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. കാരണം ആ സ്ത്രീയുടെ മിക്ക വീഡിയോകളിലും എല്ലാം ഞാൻ കാണുന്നതാണ്. പക്ഷെ എന്തിഷ്ടമാണ് എല്ലാവർക്കും അവരെ. എന്തുകൊണ്ടാണ് മനുഷ്യരെ ഇഷ്ടപ്പെടുന്നത്? അത് ഓരോ മനുഷ്യരോട് കാണിക്കുന്ന രീതികൾ, അതാണ് അവരെ നമ്മളിന്ന് വലിയൊരു രീതിയിൽ ഒരു സ്ത്രീ, അവരെവിടെ പോയാലും നമ്മൾ സ്ത്രീ തന്നെയാണ് കാണുന്നത്. ഒരു സ്ത്രീയാണ് അവർ. ആ രീതിയിൽ അവരെ കേരളം ഏറ്റെടുത്ത്. അപ്പം നിങ്ങളെയും അങ്ങനെ നമ്മൾ എല്ലാവരും ഏറ്റെടുക്കണമല്ലോ. ഇപ്പം ഞാൻ നിങ്ങളെ ജാസിന്ന് തന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ നിങ്ങളെ ഇത്താന്ന് വിളിക്കുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരു ഇത്തിരിയെങ്കിലും നിങ്ങൾ ആ ഒരു സ്ട്രഗിൾ ചെയ്ത് ലൈഫിൽ എത്തിയോ നിൽക്കുമ്പോൾ ഒന്ന് ആലോചിക്കുമ്പോൾ ഒരു ഫീൽ വന്നിട്ടാണ് ഞാൻ നിങ്ങൾ ഇത്താന്ന് വിളിച്ചു തുടങ്ങിയത്. അപ്പം ഞാൻ ഇത്താനോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത്ത ഇനിയെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ ഈ അനാവശ്യമായ ഓൺലൈൻ മീഡിയകൾ പറയുന്ന രീതിയിൽ വന്നിരുന്ന് ചുമ്മാ ഛർദ്ദിക്കാതിരിക്കുക. ആ ഛർദ്ദിച്ചാൽ ആ നാറ്റം മാറാൻ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടേണ്ടി വരും. ഇപ്പം എനിക്ക് ഇത്രയാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ശരി തോന്നല്ല ചെയ്യേണ്ടത്. നിങ്ങൾ സംസാരിക്കുമ്പം അത് ആലോചിച്ചും കണ്ടെത്തിയും സംസാരിക്കുക. അതാണ് ബെറ്റർ. അല്ലാതെ ചുമ്മാ വന്നിരുന്ന് ക്ഷമാർപ്പണം നടത്തിയിട്ടൊന്നൊരു കാര്യമില്ല. കാരണം സിനിമയെന്ന് പറയുന്നതും സീരിയൽ എന്ന് പറയുന്നതും വലിയ ലോകം തന്നെയാണ്. അത് അഭിനയിക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങളും അവിടെ തന്നെ എത്തിപ്പെടും. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കൂടെ തന്നെ ഒരു പെൺകുട്ടി സിനിമയിൽ സീരിയലും എല്ലാം അഭിനയിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് അതിന് കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളവിടെ എത്തിപ്പെടും. നിങ്ങളെയും ജനങ്ങൾ സ്വീകരിക്കും. അത് മറക്കാതിരിക്കുക. അല്ലാതെ തോന്നിവാസങ്ങൾ പറഞ്ഞ് അല്ലാതെ ഇങ്ങനെ വർത്തമാനങ്ങൾ പറഞ്ഞ് ഇങ്ങനെ നിൽക്കാതിരിക്കുക. അതിന് ഇത്രയാണ് എനിക്ക് ഇത്തവണ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ഫാമിലിയുള്ള എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഞാൻ മോശക്കാരിയൊന്നും ആവത്തില്ല. ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പം തുറന്നടിച്ച് സംസാരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഈ ലോകത്ത് മനുഷ്യരായിട്ടുള്ളവർ. കാരണം എല്ലാം കണ്ടിട്ട് മിണ്ടാതിരിക്കും. നമ്മൾ മിണ്ടാതിരുന്നാൽ മതിയല്ലോ. പിന്നെ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന സ്ഥാപനം തുറക്കേ വേണ്ട, അല്ലെങ്കിൽ ആ ഒരു മീഡിയ നമുക്ക് ഓപ്പൺ ആക്കിയേ വേണ്ട. നമ്മൾ മിണ്ടാതിരുന്നാൽ മതി. പക്ഷേ നമ്മളൊരു യൂട്യൂബർ അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് എന്ന് പറയുന്നൊരു കാര്യമായി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കേൾക്കുന്ന കാര്യം തീർച്ചയായിട്ടും പറയണം, പ്രതികരിക്കണം. അല്ല നമ്മൾ വേറെ എങ്ങും അല്ല പോയി നമ്മളെ സ്വന്തം വീട്ടിൽ ഇരുന്ന് നമ്മുടെ സ്വന്തം ക്യാമറ മുമ്പിലല്ലേ പ്രതികരിക്കുന്നത്. തീർച്ചയായിട്ടും ചെയ്യണം.
പിന്നെ ചില നെഗറ്റീവ് കമൻറ്റുകൾ എനിക്ക് വരുന്നുണ്ട്. അതിൽ നിന്ന് എനിക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എത്രത്തോളം നെഗറ്റീവ് കമൻറ്റ് ഇടാമോ അത്രത്തോളം ഇവിടെ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം നമുക്ക് പുണ്ണുണ്ടെങ്കിൽ ഈ വേലി ഞൂരാൻ പേടിയുള്ളൂ. എനിക്കതൊരു കാര്യമില്ല. കാരണം ഞാൻ കണ്ണിൽ കാണുന്നതും കേൾക്കുന്നതും മാത്രമാണ് ഇതിന് മുമ്പിൽ വന്നിരുന്ന് പറയുന്നത്. എനിക്കല്ലാതെ ഈ വ്യക്തിയോടൊന്നും ഒരു പ്രത്യേകിച്ച് വിരോധമുള്ള വ്യക്തിയൊന്നുമല്ല. കാണുന്ന കാര്യങ്ങൾ പറയാം. അതുപോലെയാണ് സുചിത്രയുടെ കാര്യങ്ങൾ പറഞ്ഞതും. വേറെ ഒരു സ്ത്രീ അതിനോട് ചോദിച്ചാൽ ഞാൻ പെർഫെക്റ്റ് ആണോ? എൻ്റെ പൊന്നു സഹോദരി, ഞാൻ എൻ്റെ വീട്ടിൽ പെർഫെക്റ്റ് തന്നെയാണ്. ഞാൻ നല്ലൊരു അമ്മയാണ്, നല്ലൊരു എന്താ പറയുക, നല്ലൊരു സഹോദരിയാണ്, നല്ലൊരു അമ്മയ്ക്കും മകളാണ്, നല്ലൊരു അപ്പനും മകളുമായിരുന്നു. അത് 100% ഞാൻ അങ്ങനെ തന്നെയാണ്. അതെനിക്ക് വ്യക്തതയുണ്ട്. അല്ല നിങ്ങൾ എൻ്റെ പെർഫെക്റ്റ് ആണോ എന്ന് തിരക്കാന്നിട്ട് ഒരു കാര്യവുമില്ല. ആദ്യം നിങ്ങൾ പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ എനിക്കൊന്ന് മറുപടി അയക്കാൻ വേണ്ടി വന്നത്. പിന്നെ സിംഗിൾ ബോബൻ്റെ കാര്യം പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. ആ സ്ത്രീ കാണിച്ചത് ഒരു അവരെ വന്ന് ആക്ഷേപിക്കുക ചെയ്തത്. അതായത് നമ്മുടെ രേണുവിനെ വന്ന് ആക്ഷേപിക്കുക ചെയ്തത്. അവർ 100 ഗ്രാമേ ഉള്ളൂ. അതിൽ അവരെ ബോഡി ഷേമിംഗ് ആണ് ആ പുള്ളിക്കാരി നടത്തുന്നത്. ആ പുള്ളിക്കാരി മഹാലക്ഷ്മി എന്നുള്ളൊരു പേരും കൂടെ എടുത്തിട്ട് സിംഗിൾ ബോവനെതിരെ ഇങ്ങനെ പറഞ്ഞു. സിംഗിൾ ബോവൻ പറഞ്ഞു മഹാലക്ഷ്മി എന്ന്. കാരണം ഈ ലോകത്തുള്ള സ്ത്രീകളെയൊക്കെ മഹാലക്ഷ്മി എന്ന് വിളിച്ചിട്ടാണ് സിംഗിൾ ബോവൻ ഇന്ന് ഈ ലെവൽ എത്തി നിൽക്കുന്നത്. അതൊക്കെ സത്യം തന്നെയാണ്. അന്നേരം ലോകത്തെ സ്ത്രീകളെല്ലാം മഹാലക്ഷ്മിമാരാണെങ്കിൽ ഇത് അതിന് ഞാൻ ഒരു തെറ്റും ലോകത്തുള്ള സ്ത്രീകളെല്ലാം മഹാലക്ഷ്മിമാരായിട്ട് തന്നെ കൂട്ടിക്കും. പക്ഷേ ചില കാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക. അതാണ് സിംഗിൾ ബോബനോടും പറഞ്ഞത്. അപ്പോൾ എനിക്കിന്ന് ഇത്രയോട് പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ഉടനെ കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.